ഇറാന്റെ മരണത്തോടു കൂടി തന്നെ അമേരിക്കയ്ക്കുള്ള ഏറ്റവും വലിയ ശത്രു ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും ശത്രുക്കൾക്ക് നേരെ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. മാത്രമല്ല, യുദ്ധത്തിന്റെ സൂത്രധാരനും അണിയറയിൽ പദ്ധതികൾ തയ്യാറാക്കിയതും ട്രംപ് ആയിരുന്നു. ആദ്യം യുദ്ധം തുടങ്ങിയത് ഇസ്രയേലിന്റെ ആവശ്യപ്രകാരമാണെങ്കിൽ പോലും ഇപ്പോൾ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകത ട്രംപിനാണ് എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. കാരണം യുദ്ധം തുടങ്ങി ആദ്യ നാൾ മുതൽക്കേ തന്നെ ഇറാൻ സമാധാന ചർച്ചകൾക്ക് പച്ചക്കൊടി കാണിച്ചതാണ് എങ്കിൽ പോലും ഇതിനോടായി തന്നെ ഇസ്രയേലോ അല്ലെങ്കിൽ അമേരിക്കയോ പ്രതികരിക്കാതെ തന്നെ മുഖം തിരിക്കുന്ന സ്വഭാവമാണ് സ്വീകരിച്ചത്. ഇതോടുകൂടി തന്നെ ഇറാൻ ആകട്ടെ കൂടുതൽ വലിയ രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അറബ് രാജ്യങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് തന്നെ ആക്രമണം നടത്താൻ തുടങ്ങുകയും ചെയ്തു. കൂടുതലായി തന്നെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എണ്ണപ്പാടങ്ങളെയാണ്. രാജ്യത്തെ സാമ്പത്തികമായി തന്നെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യമായി തന്നെ പറയപ്പെടുന്നതും. അത് നടപ്പിലാക്കാൻ ഏതറ്റം വരെയും ഇറാൻ പോകാൻ തയ്യാറായിരുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം വിദേശ രാജ്യങ്ങളുമായുള്ള സംഘർഷത്തിനിടയിലും അമേരിക്കയ്ക്കുള്ളിലെ രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ട്രംപ് അഴിച്ചുവിട്ടത്. ഇറാന്റെ മരണത്തോടു കൂടി തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു തീവ്ര ഇടതുപക്ഷവും കഴിവുകെട്ടതുമായ ഡെമോക്രാറ്റിക് പാർട്ടി ആയിരിക്കുമെന്നാണ് ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവെച്ച ഒരു കുറിപ്പിൽ ഇവിടെ ട്രംപ് വ്യക്തമാക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ തർക്കം രൂക്ഷമായതോടുകൂടി തന്നെ ഇറാനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 48 മണിക്കൂർ മണിക്കൂറിന്റെ അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത്. തന്ത്രപ്രധാനമായ ഈ കടലിടുക്ക് വീണ്ടും തുറന്നു കൊടുക്കാൻ തയ്യാറാണ് എങ്കിൽ ഗുരുതരമായ സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അമേരിക്ക ആഴത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ട്രംപ് ഒരു കർശന നിലപാടുമായി തന്നെ രംഗത്ത് വരുന്നത്. അതേസമയം പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക ഇസ്രയേൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ ഊർജ്ജ സുരക്ഷ അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരമായ ഒരു ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഈ യോഗം ചേരാനായി തന്നെ അവിടെ എല്ലാവരും ഒത്തുചേർന്നത്. പെട്രോളിയം, വൈദ്യുതി, വളം എന്നീ മേഖലയിലെ നിലവിലുള്ള സ്ഥിതിഗതികൾ അവിടെ വിലയിരുത്തുകയും ചെയ്തു. അതേപോലെ ഫെബ്രുവരി 28 ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ തന്നെ ആരംഭിച്ച സംഘർഷം ആഗോള ഇന്ധന വിപണിയെ വൻ പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അവിടെ ഇന്ത്യയിൽ ഇന്ധന ലഭ്യത ഉറപ്പാക്കാനും അവിടെ വിലക്കയറ്റം നിയന്ത്രിക്കുവാനുമുള്ള മുൻകരുതലുകൾ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാണ് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.